സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, മോൺസ്റ്റർ പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബർ ഉണ്ട്. അവൻ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫർ ചെയ്യുമെന്ന്. അവൻ്റെ അടുത്ത് നമ്മൾ അന്നേക്കൊക്കെ കുറേ പ്രാവശ്യം അവൻ്റെ കൂടെ നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫർ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ അടുത്ത മാസം സമ്മർ വെക്കേഷൻ അല്ലേ, അപ്പോൾ നമ്മൾ സമ്മർ വെക്കേഷൻ്റെ ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോൺസ്റ്റർ പറഞ്ഞവൻ എൻ്റെ അടുത്ത് ചോദിച്ചത് കിക്സോനെ അല്ലെങ്കിൽ വെനത്തിൻ്റെ ഓഫർ ചെയ്യുമെന്നാണ്. നമ്മുടെ കയ്യിൽ കിക്സോനെ ഇല്ല, അതുകാലം വെനത്തിൻ്റെ ഓഫർ ചെയ്യുക. ഓഫർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു വലിയ സാധനത്തിനെ ചെറിയ പ്രൈസിന് വിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ബ്ലോക്ക് ഫ്രൂട്ട്സിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ ഫ്രൂട്ടിനെ ചെറിയ ഫ്രൂട്ടിലേക്ക് ട്രേഡിങ് ചെയ്യും. ഒരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ PvP നടക്കണം. നമ്മൾ പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേറെ ആൾക്കാരുടെ കൂടെ നമ്മൾ PvP ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ കാര്യം ഫുള്ളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേറെ കാര്യത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ കാര്യം നമ്മൾക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം ഈ കാര്യം വന്നിട്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെനത്തിൻ്റെ ഓഫർ ചെയ്യുമെന്ന്. അപ്പോൾ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സാധനത്തിന് ചെറിയ പ്രൈസിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ബ്ലോക്ക് ഫ്രൂട്ട്സിലേക്ക് വരുന്ന സമയത്ത് വലിയ ഫ്രൂട്ടിനെ ചെറിയ ഫ്രൂട്ടിലേക്ക് ട്രേഡിങ് ചെയ്യും. അപ്പോൾ നമ്മൾ വെനമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, വെനത്തിൻ്റെ ഓഫർ കൊടുക്കാനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ആർക്കും എനിക്ക് വട്ടാന്നൊന്നും വിചാരിക്കണ്ട. കാരണം വെനത്തിൻ്റെ മറ്റേ റീവർക്ക് വരാൻ പോവാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അറിയാണ്ട് വെന ഉൾത്തും കണ്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ വേറെ ആൾക്കാർ പറയും അറിയില്ല വട്ടാന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വന്നിട്ട് ബ്ലോക്ക് ഫ്രൂട്ട്സ് കുറേ കളിക്കാണ്ട് മതിയായി. അപ്പോൾ നമ്മൾ വെനമൊക്കെ കൊടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഫ്രൂട്ട് വലിയ ഫ്രൂട്ടിനെ ചെറിയ ഫ്രൂട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ കൊടുക്കും. അപ്പം നിങ്ങൾ പെയിന് മാത്രം തന്നാൽ മതി, നമ്മൾ വെനം തരാം കേട്ടോ. അപ്പം കറക്റ്റ് ഏപ്രിൽ 1-ാം തീയതിയാണ് നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി കറക്റ്റ് ആരെങ്കിലും വന്നുകൊണ്ട് കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ യൂസർ നെയിം കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ വന്നിട്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും, വെനം ഫ്രൂട്ട് കൊടുക്കും. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെനം ഫ്രൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതിയാണ് കൊടുക്കാൻ പോകുന്നത് വെനം ഫ്രൂട്ട് ഓഫർ. അപ്പോൾ യൂസർ നെയിം കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വന്നിട്ട് സെക്കൻഡ് സീൽ വന്നിട്ട് നമ്മൾ വന്നിട്ട് മറ്റേ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ സെക്കൻഡ് സീൽ ഇരിക്കുന്നവരും പിന്നെ പെയിൻ ഫ്രൂട്ട് ഉള്ളവർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഇല്ലാത്തവരും കമൻറ്റ് ചെയ്തോ. പക്ഷേ യൂസർ നെയിമിൻ്റെ അടുത്ത് ഫസ്റ്റ് സീലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സീലാണ്, പെയിൻ ഫ്രൂട്ട് ഇല്ലാന്ന് കമൻറ്റ് ചെയ്യുക. അതാവുന്ന സമയത്ത് നമ്മൾ അടുത്ത ഗിവ് അവേയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.